8 തവണയിൽ കൂടുതൽ ഒരു കടലാസ് മടക്കാൻ കഴിയില്ല എന്നത് ഒരു കെട്ടുകഥയാണ്. ഇത് പരീക്ഷിക്കാൻ കാർലി ഒരു കടലാസെടുത്ത് മടക്കാൻ തുടങ്ങി. 7ാമത്തെ മടക്കിൽ പേപ്പർ ഒരു സ്മാർട്ട്ഫോണിന്റെ വലുപ്പത്തിലായി. അത്ര കട്ടിയായതുകൊണ്ട് അതിനപ്പുറം മടക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ വലിയൊരു കടലാസ് ഉപയോഗിച്ചാലോ? 8 മടക്കുകൾക്കപ്പുറം പോകാൻ കഴിയുമോ? അതറിയാൻ അവർ 12x5 ഇഞ്ച് വലുപ്പമുള്ള ഒരു കടലാസെടുത്തു. വലിയ കടലാസു മടക്കാൻ എളുപ്പമായിരിക്കുമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. 3ാമത്തെ മടക്കിൽ പേപ്പർ അതിവേഗം ചുരുങ്ങുന്നത് അവർ ശ്രദ്ധിച്ചു. 7ാമത്തെ മടക്കിൽ അത് മടക്കാൻ എനോർമസ് അളവിൽ ശക്തി പ്രയോഗിക്കേണ്ടി വന്നു. 8ാമത്തെ മടക്കിന് അവർക്ക് ടൂൾസ് ഉപയോഗിച്ച് അതിനെ അടിച്ചു താഴ്ത്തേണ്ടി വന്നു. ഈ ഘട്ടത്തിൽ കെട്ടുകഥ സത്യമാണെന്ന് തോന്നി. 8 മടക്കുകളുടെ ഈ ശാപം തകർക്കാൻ അവർക്ക് ഇതിലും വലിയൊരു കടലാസ് ആവശ്യമായിരുന്നു. ഒരു സാധാരണ ഫുട്ബോൾ മൈതാനത്തിന്റെ വലുപ്പമുള്ള ഒരു ഷീറ്റ് ഉപയോഗിക്കാനായിരുന്നു അവരുടെ പദ്ധതി. അത്രയും വലിയ ഒറ്റ ഷീറ്റ് നിലവിലില്ലാത്തതുകൊണ്ട് അവർക്ക് അത് കൂട്ടിച്ചേർക്കേണ്ടി വന്നു. 3 രാവും പകലും നീണ്ട പരിശ്രമത്തിനൊടുവിൽ ലോകത്തിലെ ഏറ്റവും വലിയ കടലാസ് ഷീറ്റ് തയ്യാറായി. അൾട്ടിമേറ്റ് ഫോൾഡിംഗ് ടെസ്റ്റ് ആരംഭിക്കാൻ പോകുകയായിരുന്നു. എല്ലാവരും വലിയ ഷീറ്റിന്റെ ഒരറ്റമുയർത്തി മറ്റേ അറ്റത്തേക്ക് ശ്രദ്ധാപൂർവം വലിച്ചു. അതിന്റെ ഇനോർമസ് വലുപ്പം കാരണം ഓരോ ഘട്ടവും ശ്രദ്ധയോടെ ചെയ്യേണ്ടിയിരുന്നു. ഓരോ തവണയും 90 ഡിഗ്രി കൃത്യമായി അവർ മടക്കി. 7ാമത്തെ മടക്കിൽ പേപ്പർ അവിശ്വസനീയമാംവിധം ഭാരമുള്ളതായി മാറി. ഒരു മടക്കുകൂടി മതിയായിരുന്നു കെട്ടുകഥ തകർക്കാൻ. പ്രതീക്ഷിച്ചതുപോലെ ഷീറ്റ് വലുതാകും തോറും മടക്കാൻ എളുപ്പമായിരുന്നു. ആദ്യമെങ്കിലും കെട്ടുകഥ